രാഷ്ട്രീയ കേരളത്തിന്റെ ചരിത്രത്തിൽ മുമ്പൊരിക്കലും ഉണ്ടാകാത്ത സമാനതകളില്ലാത്ത ആരോപണങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരും നേരിടുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൊള്ളസംഘത്തെ പോലെ പ്രവർത്തിക്കുന്നു എന്ന വസ്തുത നാൾക്കുനാൾ കൂടുതൽ വ്യക്തമായി പുറത്തുവരികയാണ്. കേരളത്തിന്റെ ക്രമസമാധാന പരിപാലന ചുമതല കൂടിയുള്ള ആഭ്യന്തര വകുപ്പിന്റെ നായകനാണ് മുഖ്യമന്ത്രി എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും സംഘത്തെയും കൊള്ളക്കാരെന്ന് മുദ്രകുത്തപ്പെടുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒട്ടേറെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ കുടുങ്ങിയതും നീണ്ട കാലത്തോളം ജയിലിൽ കിടന്നതും കേരള ചരിത്രത്തിൽ തന്നെ ആദ്യ സംഭവമാണ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ സംസ്ഥാന ഭരണത്തിൽ കൃത്യമായി നിയന്ത്രിക്കാനും ഇടപെടുവാനും കഴിയുന്ന ഒരാളാണ്. അത്തരം ഒരാളാണ് ദേശവിരുദ്ധ പ്രവർത്തനം കൂടിയായ സ്വർണ്ണക്കടത്ത് കേസിൽ ആരോപണ സ്ഥാനത്തേക്ക് എത്തിയതും കാലങ്ങളോളം ജയിൽവാസം അനുഭവിച്ചതും. മതിയായ വിദ്യാഭ്യാസവും യോഗ്യതകളും ഇല്ലാത്ത സ്വർണ്ണക്കള്ളക്കടത്തിന്റെയും മറ്റു നിയമവിരുദ്ധ പ്രവർത്തനത്തിന്റെയും ഇടനിലക്കാരിയായി പ്രവർത്തിച്ച ഒരാൾക്ക് ഭരണത്തിന്റെ ഇടനാഴികളിൽ അവസരം ഒരുക്കിയതും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെയായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം പൂർണ്ണ പരാജയം കൂടിയാണെന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വരും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ നട്ടെല്ലുള്ള ഒരു പ്രതിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ പിണറായി വിജയൻ എന്നേ മുഖ്യമന്ത്രി പദം വിട്ടൊഴിയേണ്ടി വരുമായിരുന്നു. മുഖ്യമന്ത്രിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിനെ കണ്ണൂർ സർവകലാശാലയിലെ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും വിരൽ ചൂണ്ടിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വഴിവിട്ട ഇടപെടലുകളിലേക്കുമായിരുന്നു. അന്നും ഉയർന്ന ആരോപണങ്ങളിൽ മൗനമായിരുന്നു മുഖ്യമന്ത്രി തുടർന്നിരുന്നത്. ഇന്ന് PV അൻവറിന്റെ വെളിപ്പെടുത്തലുകളിലും മുഖ്യമന്ത്രിക്കുള്ളത് അതേ മൗനം തന്നെ. ലൈഫ് മിഷൻ കോഴക്കേസിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ ED നിരന്തരം ചോദ്യം ചെയ്യലുകൾക്ക് വിളിച്ചപ്പോഴും മുഖ്യമന്ത്രിയോ സർക്കാരോ അദ്ദേഹത്തെ തള്ളിപ്പറയുവാൻ തയ്യാറായിട്ടുമില്ല. മുഖ്യമന്ത്രിയുടെ ചുറ്റുമുള്ള അദ്ദേഹത്തെ നിയന്ത്രിച്ചിരുന്നവരെല്ലാം പ്രതിസ്ഥാനത്തേക്ക് വിവിധ കേസുകളിലും ആരോപണങ്ങളിലും കടന്നു വന്നപ്പോഴും ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന മട്ടിലായിരുന്നു മുഖ്യമന്ത്രി. 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള CM രവീന്ദ്രൻ സകല മാനദണ്ഡങ്ങളും മറികടന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പദത്തിലേക്ക് എത്തുന്നത് പോലും. 2020 കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ CM രവീന്ദ്രനെ ED ചോദ്യം ചെയ്തിരുന്നു. അന്ന് CM രവീന്ദ്രനെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശ്രമിച്ചെന്ന ആക്ഷേപവും നമുക്ക് മുൻപിലുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ ആയിരുന്നു കാലങ്ങളോളം അദ്ദേഹത്തെ നിയന്ത്രിച്ചിരുന്നത്. അതേ കാലയളവുകളിലാണ് അദ്ദേഹം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ പണം സമ്പാദിച്ചത്. ഇതിലേറ്റവും ശ്രദ്ധേയമായിരുന്നത് ആരോപണം നിലനിൽക്കുമ്പോഴും ശിവശങ്കറിനെ തിരികെ സർവീസിൽ സർക്കാർ കയറ്റി എന്നതായിരുന്നു. ഇപ്പോൾ PV അൻവർ ഉയർത്തുന്നതും ഗുരുതരമായ ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളുമാണ്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായ സുജിത് കുമാറും അൻവറും തമ്മിലുള്ള സംഭാഷണം നമ്മെ ഞെട്ടിക്കുന്നതാണ്. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ADGP അജിത് കുമാർ ഒരു കൊള്ളസംഘത്തിന്റെ തലവനെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വ്യക്തം. ഈ കൊള്ളസംഘത്തിന്റെ നേതൃത്വം സാക്ഷാൽ പിണറായി വിജയൻ തന്നെയാണ്. തന്റെ മുന്നിൽ നടക്കുന്നതൊന്നും താൻ അറിയുന്നില്ല എന്ന് പിണറായി പറയുന്നത് വിചിത്രമായി നമുക്ക് തോന്നുകയുള്ളൂ.